നമസ്കാരം, എന്റെ പേര് അർണസ്. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് സുന്ദരി വെച്ചും മാൻകുട്ടിയും. പണ്ട് കാലത്ത് അപ്പു എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ അപ്പുവിന് ഒരു പശുക്കുട്ടിയാണ്. ആ പശുക്കുട്ടിയുടെ പേരാണ് സുന്ദരി. എന്നും രാവിലെ അപ്പു സുന്ദരിയും കൂട്ടി പുല്ലുമേക്കാൻ പോവാറുണ്ടായിരുന്നു. ഒരു ദിവസം പുല്ലുമേക്കയിടയിൽ സുന്ദരി ഒരു മാൻകുട്ടിയെ കണ്ടു. കുറെ പ്രാവശ്യം കണ്ടപ്പോ അവർ ചങ്ങാതിമാരായി. അങ്ങനെ ഒരു ദിവസം മാൻകുട്ടി ചോദിച്ചു, സുന്ദരി സുന്ദരി, നീ എന്റെ കൂടെ കാട്ടിലേക്ക് വരാമോ? എന്തു ഭംഗിയാണെന്നറിയ കാട് കാണാൻ. ധാരാളം പൂക്കളും ധാരാളം പഴങ്ങളും ഭംഗിയുള്ള പുല്ലുകളും ഉണ്ട്. നിനക്ക് വേണ്ടതൊക്കെ ഞാൻ തരാം. കുറെ പ്രാവശ്യം ചോദിച്ചപ്പോൾ സുന്ദരി മാൻകുട്ടിയെ കൂടെ പോയി. സുന്ദരി പറഞ്ഞു, ഹായ് ഹായ്, എന്തു ഭംഗിയ കാട് കാണാൻ. നിറയെ പൂക്കളും നിറയെ പഴങ്ങളും ഭംഗിയുള്ള പുല്ലുകളും. അങ്ങനെ അവിടെ സുന്ദരി കളിച്ചും രസിച്ചും നിൽക്കുമ്പോൾ അതൊരു ശബ്ദം. സുന്ദരി പേടിച്ചു പോയി. സുന്ദരി ചോദിച്ചു, മാൻകുട്ടി മാൻകുട്ടി, അതെന്താ ശബ്ദം? മൃഗങ്ങളൊക്കെ പേടിച്ചോടുന്നുണ്ടല്ലോ. അതാ മാൻകുട്ടി ഓടാൻ തുടങ്ങുന്നു. ഓട്ടോയുടെ മാൻകുട്ടി പറഞ്ഞു, സുന്ദരി സുന്ദരി, നീയും ഓടിക്കോ, കാട്ടിൽ രാജാവ് സിംഹം വരുന്നുണ്ട്. സുന്ദരി പേടിച്ചോടാൻ തുടങ്ങി. ഓട്ടോയിടയിൽ മാൻകുട്ടി സുന്ദരി ചോദിച്ചു, മാൻകുട്ടി മാൻകുട്ടി, നീ കാടിന്റെ ഭംഗിയെ കുറിച്ച് മാത്രമല്ലേ പറഞ്ഞോളൂ, ഈ കാടിന്റെ അപകടങ്ങളെ കുറിച്ച് നീ ഒന്നും പറഞ്ഞില്ലല്ലോ. അതെന്താ? എനിക്കിപ്പോ മനസ്സിലായി. പരിചയമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിക്കരുത്. അതും പറഞ്ഞ് സുന്ദരി വീട്ടിലേക്ക് ഓടി. പാവം അപ്പു സുന്ദരിയും കാത്തു വീട്ടു പഠിക്കൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. സുന്ദരി കണ്ടപ്പോ അപ്പുവിന് സന്തോഷമായി. പിന്നൊരിക്കലും സുന്ദരി കാട്ടിലേക്ക് പോയതേ ഇല്ല. കൂട്ടുകാരെ, കഥയിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? പരിചയമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിക്കരുത്. നന്ദി, നമസ്കാരം. ബ്ലോഗിലേക്ക് സ്വാഗതം. നർമ്മത്തിന്റെ കഥ മനസ്സിലായിരുന്നു. ആ കഥയാണ് ഇപ്പൊ കേട്ടത്. എങ്ങനെയുണ്ട് നർമ്മത്തിന്റെ കഥ? സൂപ്പറായി. കമന്റ് ചെയ്യാൻ മറക്കരുതേ. ഇല്ല അർണസ്, അർണസ് എങ്ങനെയാണ് പറഞ്ഞ കോളേജില് സ്കൂളില് അല്ലേ? അത് സമ്മാനം കിട്ടുമ്പോ അറിയാം ആർക്കാ സമ്മാനം കിട്ടുന്നത്. തിരി നോക്കാറില്ല. ഇനി നാളെ ആൻഡ്രോസിന് ഉണ്ട് അല്ലേ? ആൻഡ്രോസിന് ആൻഡ്രോസിനൊന്നും പറയാൻ പറ്റിയിട്ടില്ലേ? ഡേറ്റ് വന്നിട്ടില്ല. അത് കഴിഞ്ഞ ആൻഡ്രോസിന്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. ഇതിന്റെ കഥ പക്ഷെ വേറെ ലെവലായിട്ട് പറയാൻ ആൻഡ്രോസ്. ഒന്നും പറയണ്ടോ? ആൻഡ്രോസിന് പിന്നെ സ്കൂളിൽ പോകുമ്പോ ചെറിയൊരു ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ട് പോണ പോലെയായിരുന്നു. കഴിഞ്ഞ ആഴ്ചയില് 2 ദിവസം മുടക്കായിരുന്നു. അത് കഴിഞ്ഞ് അടുപ്പിച്ച് 3 ദിവസം കഴിഞ്ഞ 5-6 ദിവസം കഴിഞ്ഞിട്ട് 7 ദിവസം കഴിഞ്ഞാണ് ആൻഡ്രോസ് സ്കൂളിൽ പോയിക്കണേ. അവളുടെ ഓണാക്കാൻ കഴിഞ്ഞ പോലെയായിരുന്നു. ആദ്യം മതിയാവുന്നത് ഇതാണ്ടില്ല, വെള്ളം കുടിക്കണ ആള് ചെറുതായിക്കൊണ്ടിരിക്കുക. കണ്ടു കഴിഞ്ഞാൽ ചേട്ടന് മനസ്സമാധാനം പോകും. ചേട്ടന്റെ കടി ഓർമ്മ തല്ലുകടി. പിന്നെന്താ, മഴ ഇച്ചിരി കുറവുണ്ടായിരുന്നു. മൊത്തത്തില് കുറവുണ്ടായിരുന്നു. കൂടുതലാണ് മൊത്തത്തില് കുറവ് പോലെ തോന്നി. രാവിലെ ഞാൻ നേരത്തെ നല്ല മഴയുള്ള സമയത്തും ചേട്ടൻ കൂടി ഉണ്ടായിരുന്നില്ല. അല്ല, ഞാൻ നോക്കുമ്പോ വന്ന സമയത്ത് ഇച്ചിരി വെയില് പോലെ കണ്ടേ. പിന്നെ ശക്താംശാന്റെ കൂടെ ഉള്ളവരൊക്കെ വന്നപ്പോ അവിടെ ഒന്നും വെള്ളം കണ്ടില്ല. അപ്പൊ വെള്ളം മഴ വലിയ കാര്യമായിട്ട് പെയ്തില്ല. ഓക്കെ, അപ്പൊ എല്ലാവരും സ്കൂളിൽ പോയിട്ട് അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു. പിന്നെന്താ, നാളെ സ്കൂളുണ്ട്. നാളെ പറയാൻ പറ്റില്ലേ? നാളെ മഴ ഇല്ല, നാളെ ഉണ്ടാവും. നാളെ പുറത്തുണ്ടോ? പറ്റുന്ന ഇനി ചിലപ്പോ ഉണ്ടാവില്ലേ മഴ കാരണം വെള്ളം കയറി കിടക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാ? വെള്ളം കേറിയാട്ടാ ഒന്നും പറയാൻ പറ്റില്ല. ആഗ്രഹിക്കണ്ട. ഞാൻ എന്തായാലും മോട്ടർ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ വെള്ളം കയറിയിട്ട് ഇനി പ്രശ്നമാണോ കൊണ്ടുവരല്ലോ ഇനി മോട്ടർ മുങ്ങാനായിട്ട്. അപ്പൊ റിങ് കയറ്റി വെച്ചിട്ടുണ്ട്. വെയിലാണെങ്കിൽ പതുക്കെ ഇറക്കാലോ. വേറെ നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, പിന്നെന്താ വിശേഷം? നല്ല വിശേഷം. അപ്പൊ ഈവനിങ് ബ്ലോഗോടെ ബൈ.